ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക. അനുകൂലമല്ലാത്ത സാഹചര്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രശ്നങ്ങളെ ജയിപ്പാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരുമാകുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനിടയാകും. നമുക്ക് സുപരിതമായ ഒരു ഭേദഭാഗമാണ് സംഖ്യാപുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി ദൈവത്താൽ പ്രേരിതനായി മോശ ഓരോ കുലത്തിൽ നിന്നും വ്യക്തികളെ പറഞ്ഞയക്കുകയാണ്. പോകുമ്പോൾ വ്യക്തമായി അവരെന്താണ് നോക്കേണ്ടതെന്നും കാണേണ്ടതെന്നും ഒക്കെ അവർക്ക് മാർഗനിർദ്ദേശം നൽകി. അവരെ അയക്കുമ്പോൾ യഹൂദാ ഗോത്രത്തിൽ നിന്ന് യെഫുന്നയുടെ മകനായ കാലേബും എഫ്രൈം ഗോത്രത്തിൽ നിന്ന് നൂന്റെ മകനായ യോശുവയും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇവർ പോകുന്ന യാത്രയിൽ 40 ദിവസം അവർ ദേശത്ത് ഉറ്റുനോക്കി മടങ്ങി വന്ന് ജനത്തോട് പറയുന്ന വാക്കുകൾ നിരാശയുളവാക്കുന്നതും ഭയം വരുത്തുന്നതും പിന്തിരിഞ്ഞോടാൻ പ്രേരിപ്പിക്കുന്നതുമാകുന്നത് കൊണ്ട് ഇവരുടെ നടുവിൽ 10 പേരും നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ 2 പേർ കാലേബും യോശുവയും പറയുന്നത് നിരാശയുടെ വാക്കല്ല, പ്രശ്നങ്ങളുടെ നടുവിലും ജയം നൽകുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം ജയാളികളാകുമെന്ന് അവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ. 14-ാം അധ്യായം സംഖ്യാപുസ്തകം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവഭക്തന്മാർ ഇപ്രകാരം പറഞ്ഞു, യഹോവ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നാം ഭയപ്പെടരുത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. യഹോവ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന വാർത്തകൾ, നിങ്ങൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നിരാശാജനകമായിട്ടുള്ളതും അനുകൂലമല്ലാത്തതും നിൽപ്പാൻ പ്രയാസമുള്ളതും നേരിടാൻ കഴിയാത്തതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നതും ആയിക്കൊള്ളട്ടെ. പക്ഷെ ഒരു ദൈവ പൈതലായ നിങ്ങളുടെ നാവിൽ നിന്ന് നിരാശയുടെ വാക്കുകളോ ഭീതിപ്പെടുത്തുന്ന വാക്കുകളോ മറ്റൊരുവരെ തളർത്തുന്ന വാക്കുകളോ അല്ല. തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ ശിഷ്യന്മാരുടെ നാവ് നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ശുഭാപ്തിയുള്ള വാക്കുകൾ, ധൈര്യം പകരുന്ന വാക്കുകൾ, നമ്മോടുകൂടെയുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന വാക്കുകൾ, യോശുവയും കാലേബും പറഞ്ഞതുപോലെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് നാം ഭയപ്പെടരുത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഭയപ്പെടാതെ നിന്ന, ധൈര്യത്തോടെ നിന്ന, ജനത്തെ ഉറപ്പിച്ച കാലേബും യോശുവയും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാനിടയായെങ്കിൽ മറ്റുകൂടെ പോയ 10 ഗോത്രങ്ങളിലുള്ള ആ 10 പേരും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ കഴിയാതെ പോയെങ്കിൽ അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ ഇടയാക്കിയത് അവരുടെ ദൈവത്തുള്ള അചഞ്ചലമായ വിശ്വാസമാകുന്നത് കൊണ്ട്. പ്രിയ സഹോദര, സഹോദരി, മിത്രമേ, സാഹചര്യത്തെ നോക്കേണ്ട, കർത്താവിനെ നോക്കുക. പ്രിയ ദൈവ പൈതലേ, സാഹചര്യം നിനക്ക് അനുകൂലമല്ലായിരിക്കാം, പക്ഷെ സകലത്തിലും നിനക്ക് അനുകൂലമായി നിൽക്കുന്ന, ഉള്ളങ്കരത്തിൽ വഹിക്കുന്ന, വഴി പറഞ്ഞു തരുന്ന, പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന, കരത്തിൽ പിടിക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ യാത്ര ചെയ്യുക. നിങ്ങൾ ജയാളികളാണ്. നിങ്ങൾ ജയം വരിക്കാൻ പോകുക. നിങ്ങൾ നന്മ പ്രാപിക്കാൻ പോകുക. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.